നമ്മള് ഇന്തിഫാദ ഇവർ ഈ ഒരു മൊമെന്റ് ഹമാസിന്റെ ഒക്കെ ആ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള തുടക്കത്തിന്റെ ഈ ഒരു മോഡേൺ ഏജിൽ അവർ സ്റ്റാർട്ട് ചെയ്തത് ഇന്തിഫാദയാണ്. ഇന്തിഫാദ 1986 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവർ കല്ലേറുമായിട്ടാണ് ഇതിന്റെ മുന്നോട്ട് വന്നത്. അന്ന് കല്ലേറാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് നിന്നിരുന്നത്. പിന്നെ അടുത്ത് ഇന്തിഫാദ 2 വന്നത് ഏതാണ്ട് 2000 ഇന്തിഫാദ 2 വരുന്നത്. 2000 ഇന്തിഫാദ 2 വരുമ്പോഴത്തേക്ക് അവർ പിന്നെ സൂസൈഡ് വെപ്പണുമായിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഒരുപാട് സൂസൈഡ് അറ്റംപ്റ്റ് ആണ് അന്നത്തെ കാലഘട്ടത്തിൽ അവർ പിന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇത് രണ്ടും കൂടെ പിന്നെ ഒരുമിച്ച് എടുത്തുകൊണ്ടാണ് ഇപ്പൊ ഈ ഹമാസ് വന്നിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലാണ് ഹമാസ് ടണലും കാര്യങ്ങളെല്ലാം ഈ ഒരു ഇറാന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഒരു ട്രെയിനിങ് കാര്യങ്ങളാണ് ഹിസ്ബുള്ളയ്ക്കും ഹമാസിനൊക്കെ ഒരേപോലത്തെ ഈ ഒരു ടണൽ രൂപീകരിച്ച് മുന്നോട്ട് പോകാന്നുള്ളത്. അപ്പൊ ഇതില് പ്രധാനമായിട്ട് ഈ ടണലിന്റെ കാര്യം പറയുന്നത് വെച്ചാൽ ഈ ഒരു ബന്ദികളെ കൊണ്ട് ഇവർ വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ, ഈ ഗാസയ്ക്കുള്ളിൽ പല സ്ഥലങ്ങളിൽ ഇവർ എവിടെയാണ് കൊണ്ട് വെച്ചിരിക്കുന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ ചാലഞ്ച് ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരാളെ പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ അവര് നല്ല രീതിയിൽ അതിനെ ഒളിച്ചു വെക്കാനുള്ള ഒരു താവളം ഇവർ ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്തിട്ടായിരിക്കും അത് കൊണ്ടുവന്നത്. അപ്പൊ ഇപ്പൊ പ്രധാനമായിട്ട് വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ എയ്ഡൻ അലക്സാണ്ടർ എന്ന് പറഞ്ഞ ആ ഒരു ബോയിന്റെ വീഡിയോ ഇവര് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. എയ്ഡൻ അലക്സാണ്ടറിന്റെ പാരന്റ്സ് US ട്രംപിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്, നെതന്യാഹുവിന് ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പ്രഷർ ഇട്ടിട്ട് എങ്ങനെയും റിലീസ് ചെയ്യിപ്പിക്കണം, ഈ ഒരു ബന്ദികളെ വിട്ടുകിട്ടാനുള്ള മാർഗം എത്രയും വേഗം തന്നെ നടപടി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ട്രംപ് ഇതിനെ ചൊല്ലി രാവിലെ തന്നെ ഒരു അനൗൺസ്മെന്റ് വിട്ടിട്ടുണ്ട്. അതായത് ജനുവരി 20 ഞാൻ പൊസിഷനിൽ വരുന്നതിന് മുമ്പ് ഹോസ്റ്റേജിന്റെ കാര്യത്തിൽ, ഈ ഒരു ബന്ദികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഓൾ ഹെൽ ടു പേ ഇഫ് ദ ഹോസ്റ്റേജ് നോട്ട് റിലീസ്ഡ് January 20th എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് 20 മുമ്പ് അത് കഠിനമായ രീതിയിലാണ് ആ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. കാരണം ഇത് ബന്ദികളെ വിട്ടില്ല എന്നുണ്ടെങ്കിൽ തികച്ചും ഇതിനേക്കാളും വലിയ രീതിയിലുള്ള ഒരു വാർ എസ്കലേഷൻ ആണ് മിഡിൽ ഈസ്റ്റിൽ നമുക്ക് കാണേണ്ടി വരുന്നത്. ഒക്ടോബർ 7 തന്നെ ഈ ഉമർ എന്ന് പറഞ്ഞ ആ ഒരു US ഒരു ഡിഫൻസിൽ ജോലി ചെയ്യുന്ന ഒരു ആർമി പേഴ്സൺ ആണ്. ആ ഒരു വ്യക്തിയാണ് ഇവര് 7 പിടിച്ചോണ്ട് പോയിട്ട് വധിച്ചത്. അപ്പൊ അതിന്റെ ഡെഡ് ബോഡി ഇപ്പോഴും ഗാസയിൽ ഉണ്ട് എന്നുള്ളതാണ് ഹമാസ് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് എവിടെയുണ്ട്, ഏത് രീതിയിലുണ്ട്, എപ്പോൾ റിലീസ് ചെയ്യും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ബോഡി എങ്കിലും കിട്ടണം എന്നുള്ളതിൽ ആ ഫാമിലിയും ഇതേപോലെ US നിന്ന് പ്രഷർ ഇടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഹോസ്റ്റേജസ്, ഈ ബന്ദികളുടെ ഡീലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഒരു ചാലഞ്ച് സൃഷ്ടിക്കുന്ന ഒരു ലെവലിൽ എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഹമാസ് ഇത് തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത്, ഈ മാക്സിമം ഈ ഒരു ബന്ദികളെ വെച്ചിട്ട് തന്നെ നെഗോഷിയേറ്റ് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലാണ് അവർ പതുങ്ങിയിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇസ്രായേൽ അർജന്റീന ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ ഡിഫൻസ് കരാർ, ഇസ്രായേലും അർജന്റീനയും തമ്മിൽ വളരെ ശക്തമായ റിലേഷൻഷിപ്പ് ഡിഫൻസ് മേഖലയിൽ തുടരാനാണ് അവർ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്. അവരുടെ ഡിഫൻസ് പാർട്ണർഷിപ്പിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഓൾറെഡി ഈ ലെബനാനുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സീസ് ഫയർ, അതായത് ഒരു കരാറിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ബ്രീച്ച്, അതായത് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ അറ്റാക്കുകൾ തികച്ചും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ പണ്ടത്തെ പോലെ 100 കണക്കിൽ അറ്റാക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമല്ല ഇപ്പം. ഇപ്പൊ 1-2 ഒരു മോട്ടോർ ഷെല്ലുകളാണ് ഇപ്പം അറ്റാക്ക് ചെയ്യപ്പെടുന്നത് ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന്. അതേപോലെ തന്നെ ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് കൃത്യമായിട്ടുള്ള ടാർഗറ്റ് കണ്ടാണ് അറ്റാക്ക് നടക്കുന്നത്. പണ്ടത്തെ പോലെ ബൈറൂത്തിന്റെ മേളിലോ അല്ലെങ്കിൽ ലെബനാന്റെ പല സിറ്റികളിലും ചെന്നിട്ടുള്ള ആക്രമണം ഇപ്പൊ നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ താരതമ്യേന അതിന് കുറവ് വന്നിട്ടുണ്ട്. അത് ഒരു പരിധിവരെ ആശ്വാസമേകുന്നു. പക്ഷേ ഇസ്രായേൽ കുറച്ചുകൂടെ സമീപനം പാലിക്കണം എന്നാണ് US ഒരു റിക്വസ്റ്റ്. അതായത് എന്തെങ്കിലും ബ്രീച്ചസ് കണ്ടു കഴിഞ്ഞാൽ അതിനെ കൃത്യമായ വ്യക്തതയോടുകൂടി അതിനെ കൗണ്ടർ ചെയ്യാനാണ് US ഭാഗത്ത് നിന്ന് ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇത് ചർച്ചിന്റെ വീഡിയോ ആണ്. ചർച്ചിൽ ഇന്നലെ ഒരു അറ്റാക്ക് നടത്തിയതിന്റെ പേരിലാണ് ഹിസ്ബുള്ള 2 മോട്ടോർ ഷെല്ലുകൾ ഇങ്ങോട്ട് ആക്രമിച്ചത്. ആ ചർച്ചിന്റെ ഭാഗത്ത്, ബെക്ക വാലിയിൽ ആ ചർച്ചിന്റെ ഭാഗത്ത് നടത്തിയ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ ഇതേപോലെ ടണൽ ഉണ്ട് എന്നുള്ളതാണ്. അത് കൃത്യമായി ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി, മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ കൃത്യമായിട്ട് ഇസ്രായേൽ എല്ലാ ഫൂട്ടേജസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തെളിവുകളോട് തന്നെയാണ് ഈ ഒരു സെക്യൂരിറ്റി ബ്രീച്ചിനെതിരെ കൃത്യമായ അറ്റാക്കുകൾ നടത്തുന്നത്. അത് യുഎസിനെയും ഫ്രാൻസിനെയും ഈ കാര്യം വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേൽ. അപ്പൊ ഫ്രാൻസിലെ മാക്രോൺ ഇന്ന് സൗദി ക്രൗൺ പ്രിൻസുമായിട്ട് സംസാരിച്ചത് എന്തിനാണെന്ന് പറഞ്ഞാൽ ലെബനാനിൽ എത്രയും വേഗം ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷൻ രൂപപ്പെടുത്തണം. ആ ഇലക്ഷനിലൂടെ തീർച്ചയായിട്ടും അവിടെ ഒരു ന്യൂ ഗവൺമെന്റ് ഫോം ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് മാക്രോന്റെ വാദം. അപ്പൊ അതിനെക്കുറിച്ചുള്ള ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ സൗദിയും ഫ്രാൻസും കൂടെ ചേർന്ന് അവിടെ ഒരു ഇലക്ഷന്റെ സാധ്യത ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കാരണം രണ്ടുപേർക്കും നല്ല താല്പര്യം ആ ലെബനാനിൽ കാണും. കാരണം രണ്ടുപേരുടെയും പൈസ അവിടെ കിടപ്പുണ്ട്, ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേർക്കും ഇത്രയും താല്പര്യം അതിനകത്ത്. നോർത്ത് വെസ്റ്റ് സിറിയ ഭാഗത്ത് ഏതാണ്ട് 25 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവിടെ ഈ ഒരു ഇറാൻ റഷ്യ സിറിയ ജോയിന്റ് മിലിറ്ററി അവിടെ നടത്തുന്ന ഓപ്പറേഷനാണ്. ഈ ഒരു വിമതർക്കെതിരെയാണ് ഈ ഒരു അറ്റാക്ക് നടത്തിയത്. അത് വിമതർ വിഭാഗത്തിൽപ്പെട്ട HTS ആ ഗ്രൂപ്പിൽപ്പെട്ട 25 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത്. ഇറാൻ ഏറ്റവും കൂടുതൽ വെപ്പൺ സപ്ലൈ നടത്തുന്നുണ്ട്, അത് സിറിയയിലോട്ടാണ് നടത്തുന്നത്. അപ്പൊ ഇന്നലെ ഇറാന്റെ ഒരു ഫ്ലൈറ്റ്
ഫുള്ളി ലോഡഡ് വെപ്പണുമായിട്ടാണ് വന്നത്. അതിനെ ഇസ്രായേൽ അവരുടെ ഫൈറ്റർ ജെറ്റ് വെച്ചിട്ട് അതിനെ കൗണ്ടർ ചെയ്ത് തിരിച്ചുവിട്ടിരിക്കുകയാണ്. ഇത് ശരിക്കും റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഇറാൻ ശരിക്കും ഇതിൽ വളരെ ഡെസ്പാണ്. കാരണം ഇത്രമാത്രം ഒരു എഫേർട്ട് ഇട്ട് ഇങ്ങനെ വെപ്പൺ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അപ്പൊ ഇസ്രായേൽ എന്തുകൊണ്ട് വെപ്പൺ കൊണ്ടുവന്ന് കൊടുക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും അതിനെ കൃത്യമായിട്ട് ഇസ്രായേൽ കണ്ടെത്തി അതിനെ തടഞ്ഞ് തിരിച്ചുവിടുകയാണ് ചെയ്തത്. ഇതിലൂടെ ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇതിനകത്ത് ഇടപെട്ടത്? സിറിയക്കല്ലേ വെപ്പൺ കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സിറിയ മാത്രമല്ല, അവിടെ ഇറാൻ മിലീഷ്യ ഗ്രൂപ്പ് ഉണ്ട്. ഇറാൻ മിലീഷ്യ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇറാഖിന്റെ ഭാഗത്തുള്ള ഒരു ഇസ്ലാമിക് ടെററിസ്റ്റ് ഗ്രൂപ്പാണിത്. അവർ ഇറാനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്നാണ് അവരെ പറയുന്നത്. അപ്പൊ അവരും കൂടെ ഇപ്പം ആസാദിന്റെ ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ട്. അവരും കൂടെ ചേർന്നിട്ടാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് അതിന് നല്ല സമ്മർദ്ദം ഉണ്ടായിരുന്നു. ആദ്യം അവർക്ക് ആസാദിന്റെ ഇതിൽ ചേരാനുള്ള താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അവരെ ഇറാൻ പുഷ് ചെയ്ത് അങ്ങോട്ട് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവർ ഈ ഒരു വിമത ഗ്രൂപ്പിനെതിരെ പിന്നെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആസാദിനെ സപ്പോർട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് വെപ്പൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നത്. പക്ഷെ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വെപ്പൺ അവിടെയുള്ള ഈ ഹിസ്ബുള്ള തീവ്രവാദികളും കൂടെ ഉപയോഗിക്കും. അപ്പൊ അതിന് മൂലം ഹിസ്ബുള്ള ലെബനാനിലേക്ക് കൂടെ ആ ഒരു വെപ്പൺ സപ്ലൈ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് ആ ഒരു പോയിന്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇതിനെ കൗണ്ടർ ചെയ്യുകയും ഈ ഒരു വെപ്പൺ കൊണ്ടുവന്ന ഒരു ഫ്ലൈറ്റിനെ കൗണ്ടർ ചെയ്ത് ഫൈറ്റർ ജെറ്റ് വെച്ച് കൗണ്ടർ ചെയ്ത് ഇതിനെ തിരികെ അയച്ചതിന്റെ യഥാർത്ഥ കാരണം. ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ, തുർക്കി, റഷ്യ ഇവരൊക്കെ ചേർന്ന് സിറിയയുടേതായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ദോഹയിൽ മീറ്റിംഗ് ഇട്ടിരിക്കുകയാണ്. എന്തിനാണ് ദോഹയിൽ ഇടുന്നത് മീറ്റിംഗ്? സംസാരിക്കുന്നത് ഇറാനും തുർക്കിയും റഷ്യയും. എന്തിനാണ് മീറ്റിംഗ് ദോഹയിൽ? അപ്പൊ അവിടെ ആരോ ഒരാൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു മീറ്റിംഗിൽ. നമ്മളുടെ ഒരു ബലമായ സംശയം ഹമാസിന്റെ ലീഡറും കൂടെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ട്രംപ് എപ്പോഴും ഒരു പണി നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഈ ജെറാദ് കുഷ്ണർ എന്ന് പറയുന്നത് ട്രംപിന്റെ സൺ ഇൻ ലോ ആണ്. അപ്പം ട്രംപിന്റെ സൺ ഇൻ ലോയുടെ ഫാദറാണ് US അംബാസിഡർ ആയിട്ട് ഫ്രാൻസിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫ്രാൻസിന്റെ അംബാസിഡർ ആയിട്ട് ജെറാദ് കുഷ്ണറിന്റെ ഫാദർ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ പറഞ്ഞാൽ ഇത് ഫ്രാൻസിന് കൊടുക്കുന്ന ഒരു പണിയാണെന്ന് തന്നെയാണ്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസിന്, അതായത് മാക്രോണിന് കൊടുക്കുന്ന ഒരു നല്ലൊരു പണിയാണ് ഈ ഒരു ജെറാദ് കുഷ്ണറിന്റെ ഫാദറിനെ അവിടെ അംബാസിഡർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. അടുത്ത ട്രംപ് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ആന്റി ഇസ്രായേൽ മൂവ്മെന്റ് നടത്തുന്ന സ്റ്റുഡൻസുകൾ, അതായത് USA സ്റ്റുഡൻസുകളെയൊക്കെ പിടിച്ച് അതേപോലെ ആന്റി ഇസ്രായേൽ മൂവ്മെന്റ് നടത്തുന്ന ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ തെരഞ്ഞു പിടിച്ച് ഇതിൽ കൃത്യമായിട്ട് ആൾക്കാരെ കണ്ടെത്തി ഡീപ്പോർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതില് ഏത് രീതിയിൽ ഇത് അമേരിക്കയെ പോലത്തെ ഈ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഇത് ഏതുവരെ ഇത് സാധ്യമാവുന്നത് നമുക്ക് അറിയത്തില്ല. പക്ഷേ ട്രംപ് ഇങ്ങനെ ഒരു ബ്ലണ്ടർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇത് നടപ്പിലാക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയത്തില്ല. ട്രംപ് കഴിഞ്ഞ തവണ കയറിയപ്പോൾ തന്നെ പിന്നെ കുറെ ആൾക്കാർക്ക് വിസ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഏത് രീതിയിലാണ് ഇനി മുന്നോട്ട് പോകുന്നുള്ളത് കണ്ടറിയണം. കാര്യം തന്നെ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അതിൽ ചിന്മയ് ദാസ് എന്ന് പറഞ്ഞ് പിടിക്കപ്പെട്ട ആ ഒരു സന്യാസിക്ക് ലോയർ ഇതുവരെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ലോയർ അപ്പോയിന്റ് ചെയ്യാനുള്ള പെർമിഷനും ഇതുവരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അടുത്ത നെക്സ്റ്റ് ബെയിൽ ഹിയറിംഗ് 1 മാസം കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി തികച്ചും ഇനി ഒരു 1.5 മാസം പുള്ളി അകത്ത് കിടക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇത് ശരിക്കും ഇനിയൊരു ബംഗ്ലാദേശിലെ ഒരു പ്രൊട്ടസ്റ്റ്, ഹിന്ദുക്കളുടെ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടാകാനുള്ള സാഹചര്യമാണ് രൂപപ്പെട്ടു വരുന്നത്. അവിടെ ഇനിയും ഇതേപോലെ കലാപങ്ങൾ, ഹിന്ദു മുസ്ലിം കലാപങ്ങൾ തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതും നല്ല രീതിയിൽ തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഈ ഒരു റെഗുലർ ആയിട്ടുള്ള നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ഈ ഒരു 1 മാസം കഴിഞ്ഞ് ഇനി അടുത്ത ബെയിലിന് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അടുത്ത ജാമ്യത്തിന് കൊടുക്കുന്നത് ഇനി 1 മാസം കഴിഞ്ഞിട്ടാണ്. ഒരു ഇതൊരു അജണ്ട വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു പെരുമാറ്റം. അതായത് ഈ ഒരു പ്രൊഫസർ ഗവൺമെന്റിന്റെ അജണ്ടയാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളതാണ് ആരോപിക്കപ്പെടുന്നത്. ഇസ്രായേൽ ഇന്ന് സദൻ ലെബനാൻ ഭാഗത്ത് ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതിൽ 9 പേര് കൊല്ലപ്പെട്ടതായിട്ടാണ് വാർത്തകൾ വരുന്നത്. അപ്പൊ ഇതിനെ ചൊല്ലി ലെബനാന്റെ ഭാഗത്ത് നിന്ന് ഫ്രാൻസിലേക്ക് ഒരു മെസ്സേജ് കൈമാറിയിട്ടുണ്ട്. അതായത് ഇസ്രായേൽ സീസ് ഫയറിന്റെ നോംസ് കൃത്യമായിട്ട് പാലിക്കേണ്ടതുണ്ട് എന്നുള്ള നിലയിൽ. ഇത് പർപ്പസ്ഫുള്ളി ഹിസ്ബുള്ള ചെയ്യുന്ന ഒരു തന്ത്രമാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് IDF പറഞ്ഞിരിക്കുന്നത് അവിടെ ടെറർ ആക്ടിവിറ്റി കണ്ടെത്തിയതിനെ തുടർന്നാണ് അറ്റാക്ക് നടത്തിയത് എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ തുടർന്ന് വരുന്ന സിറിയയിൽ നടക്കുന്ന ഒരു അറ്റാക്കിൽ ഇറാൻ നല്ല രീതിയിൽ ഒരു ദുഃഖത്തിലാണ് ശരിക്കും പറഞ്ഞാൽ. അത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ ഒരു അറ്റാക്കിലൂടെ ഇപ്പം അതായത് ഈ സിറിയയുടെ ഭാഗം, അതായത് സിറിയ, റഷ്യ, ഇറാൻ ഇവരുടെ ഒരു റെജിമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറച്ച് വീക്കാണ്. അപ്പൊ ആ ഒരു വീക്ക്നെസ് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇതൊരു സിറിയ പാർട്ടീഷനിലേക്ക് നീങ്ങുമോ എന്ന് ഇറാൻ ഇതിനെ പേടിക്കുന്നുണ്ട്. പേടിയോടുകൂടി തന്നെയാണ് ഇറാൻ ഇതിനെ നോക്കിക്കാണുന്നത്. സിറിയയിൽ ഒരു പാർട്ടീഷൻ വരാനുള്ള സാധ്യത നല്ല രീതിയിൽ കാണുന്നുണ്ടെന്നുള്ളതാണ്. അതിൽ ഇഡ്ലിബ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ഇപ്പം അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ ഇഡ്ലിബ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പിന്നെ വിമതരും ഈ ഒരു ആസാദിന്റെ റെജിമെന്റും കൂടെ ചേർന്നുള്ള ഒരു ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
റഷ്യ ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു ബോംബിംഗ് നടത്തുന്നുണ്ട്. അതിൽ കുറെ ആൾക്കാർ കൊല്ലപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഇത് റിബൽസിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ഓപ്പൺ ആയിട്ടുള്ള വാർത്തകൾ പുറത്ത് വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹമാസ് ഒരു സൈഡിൽ ഈ ബന്ദികളെ വിടുന്നില്ല എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ തുടരുമ്പോൾ തന്നെ വേറൊരു സൈഡിലുള്ള ഒരു സംസാരം, അതായത് ഫത്തേ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്ത് ഈ മുഹമ്മദ് അബ്ബാസിന്റെ നേതൃത്വത്തിൽ നയിക്കപ്പെടുന്ന പാർട്ടിയാണ്. അത് ഹമാസും അതായത് രണ്ടുപേർക്കും ബേസിക്കലി രണ്ട് പാർട്ടിക്കും ബേസിക്കലി ഇസ്രയേലിനെതിരാണ്. കാരണം ആ ഒരു ഒക്കുപ്പൈഡ് ലാൻഡ് എന്നുള്ള നിലയിൽ അവർ അതിനെ ഒരുമിച്ച് എതിർക്കുമ്പോഴും പക്ഷെ ഇവരുടെ ഉള്ളിൽ ചില ആശയപരമായിട്ടുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് രണ്ട് പാർട്ടിയാണ് നിൽക്കുന്നത്. അതായത് ഹമാസും ഈ ഫത്തേ പാർട്ടിയും കൂടെ ചേർന്ന് ഗാസയിൽ ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം അവരൊരു റൂളിംഗ് തുടങ്ങാമെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു സംസാരം ഖത്താർ ത്രൂ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് ഖത്താറിൽ നടത്തിയ മീറ്റിംഗിൽ ഇതും കൂടെ ഒരു ഭാഗമായിരുന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ ഈ ഹമാസിന്റെ ഒരു ചീഫ് ആയിട്ടുള്ള വ്യക്തി ഉറപ്പായിട്ടും ദോഹ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വരുന്ന ഒരു വാർത്ത വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ പരാഗ്വേ ഒരു അനൗൺസ്മെന്റ് വിട്ടിട്ടുണ്ട്. അതായത് നെക്സ്റ്റ് വീക്ക് അവർ ജെറുസലേമിൽ അവരുടെ എംബസി ഓപ്പൺ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരാഗ്വേ. ഗാസയുടെ ഭാഗത്തുനിന്ന് ഇന്ന് ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇസ്രയേലിന്റെ ഭാഗത്തോട്ടാണ് അത് ലോഞ്ച് ചെയ്തത്. അത് ഇന്റർസെപ്റ്റ് ചെയ്തു എന്നാണ് IDF പറയുന്നത്. ഇതാണ് മൊജ്താബ അമാനി ഇറാന്റെ അംബാസിഡർ ആണ്, ലബനാനിന് വേണ്ടിയിട്ടുള്ള ഇറാൻ അംബാസിഡർ. അതായത് ഹെസ്ബുള്ളയുടെ ഒരു പേജർ ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പം ഒക്ടോബർ 27 നടത്തിയ ഒരു പേജർ അറ്റാക്കിൽ ഇയാൾക്കും കൂടെ ഗുരുതരമായ പരിക്കേറ്റതാണ്. ആള് ചികിത്സയൊക്കെ കഴിഞ്ഞ് ഇന്ന് വീണ്ടും അതായത് ലബനാനിൽ ചാർജ് എടുത്തിരിക്കുകയാണ്. അപ്പൊ ഇത്രയും നാൾക്ക് ശേഷമാണ് ഇപ്പം ലബനാൻ വീണ്ടും പുള്ളി കാണുന്നത്. ഇനിയെങ്കിലും പേജർ മേടിച്ച് വെക്കാതിരിക്കാനുള്ള ഒരു ബുദ്ധി കാണിച്ചാൽ നന്നായിരിക്കും. ഈ പേജർ അറ്റാക്കിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്, ഈ പേജർ അറ്റാക്ക് തന്നെയാണ് ഇതിന് ഏറ്റവും നിർണായകമായത്. കാരണം ഈ പേജർ അറ്റാക്കിൽ തന്നെയാണ് നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റിയത് ഇതിൽ ആരൊക്കെയാണ് കണക്റ്റഡ് എന്നുള്ളത്. ഇറാന്റെ ഗവൺമെന്റ് ഒഫീഷ്യൽസ് തന്നെ ഹിസ്ബുള്ളയെ ഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതെല്ലാം വെളിയിൽ വന്നത്. കാരണം ഈ പേജറൊക്കെ പോക്കറ്റിൽ കൊണ്ടു നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു ടെറർ സംഘടന എന്ന് വിളിക്കപ്പെടുന്ന ഒരു സംഘടനയുടെ പേജർ ഇവരുടെ പോക്കറ്റിൽ വരുന്നെങ്കിൽ ഇത് വളരെ കൃത്യമല്ലേ. മറ്റുള്ളവർക്കാണ് ടെറർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തന്നെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. ഇപ്പം ഇറാന്റെ ഇന്റഗ്രൽ പാർട്ടാണ് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത്. സംശയത്തിനും ഇടവരാത്ത രീതിയിൽ അത് ഉറപ്പിക്കുന്നതാണ് ഈ ഒരു പേജർ അറ്റാക്ക്. ഫ്രാൻസിൽ നിന്ന് ഇന്ത്യക്ക് ഒരു കൊളാബറേഷൻ, അതായത് ഒരു എയർക്രാഫ്റ്റ് എഞ്ചിൻ ഇന്ത്യക്ക് ഓഫർ ചെയ്തുകൊണ്ട് ഒരു കൊളാബറേഷന് തയ്യാറായിട്ടാണ് ഫ്രാൻസ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത് ഇന്ത്യക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നെഗോസിയേഷൻസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബാക്ക് എൻഡിൽ. അപ്പൊ ഇത് ഒത്തു വന്നു കഴിഞ്ഞാൽ GE പതിയെ, അതായത് അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള GE ഒഴിവാക്കിക്കൊണ്ട് പതിയെ ഫ്രാൻസിന്റെ ഈ കമ്പനി ഇന്ത്യയുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ അവര് ടെക്നോളജി ട്രാൻസ്ഫർ, അതുപോലെ തന്നെ അവര് മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഉള്ള എല്ലാ കാര്യങ്ങളും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഈ ഒരു ഡീലിന് തയ്യാറാണെന്നാണ് ഫ്രാൻസ് അറിയിച്ചിരിക്കുന്നത്. ഇത് ഒത്തു വന്നാൽ ഇന്ത്യക്ക് കുറച്ചുകൂടെ ബെറ്റർ റേറ്റിൽ, അതായത് US നിന്നും ഒരു എഞ്ചിൻ ഇറക്കി ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ പ്രൈസിൽ നമുക്ക് എയർക്രാഫ്റ്റ് നിർമ്മിക്കാൻ പറ്റുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ബംഗ്ലാദേശിൽ ഇപ്പൊ നടന്നു വരുന്ന ഈ ഒരു ആന്റി ഇന്ത്യ മൂവ്മെന്റ്, അതിന് മൂലം ബെനിഫിറ്റ് ആകുന്ന ഒരു കൺട്രി, അതിന്റെ പേരാണ് മലേഷ്യക്ക് ബംഗ്ലാദേശികളെ കൊണ്ടുള്ള മെഡിക്കൽ ടൂറിസം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ബംഗ്ലാദേശിന്റെ ആൾക്കാർ ഏറ്റവും കൂടുതൽ മലേഷ്യക്കാണ് പോകുന്നത് ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പൊ അത് ഇത്ര നാൾ ഇന്ത്യയിലോട്ടാണ്, അതായത് വെസ്റ്റ് ബംഗാൾ ഭാഗത്തോട്ട് വന്നിട്ട് ഇന്ത്യയിലുള്ള വിവിധ ഹോസ്പിറ്റലുകളിലാണ് അവർ ട്രീറ്റ്മെന്റ് തേടിക്കൊണ്ടിരുന്നത്. അതേസമയം ആ ഒരു ചെറിയ നഷ്ടം തന്നെ പറയാം, ബിസിനസ്സിൽ ലോസ് വരുമ്പോൾ ലോസ് തന്നെയല്ലേ. അപ്പൊ ആ രീതിയിൽ ആ ഒരു ബെനിഫിറ്റ് അവരിപ്പോ മലേഷ്യ അതിന് മൂലം അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്, വിഴിഞ്ഞം ഭാഗത്ത് വിനോദ് എന്ന് പറഞ്ഞ ഒരു 33 വയസ്സുകാരന്റെ കയ്യിൽ നിന്നും 2 സാറ്റലൈറ്റ് ഫോണുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് സെർച്ച് ചെയ്ത് ഈ ഒരു കാര്യം, ഈ വിഴിഞ്ഞം പോർട്ട് അവിടെ വരുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടെലിഫോണിക് കോൺവെർസേഷൻ ട്രാക്ക് ചെയ്യും, കാരണം ഇത് സാറ്റലൈറ്റ് ഫോൺ മാക്സിമം റേഡിയോ വേവ്സിലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ റേഡിയോ വേവ്സ് പല ചാനലുകളിലായിട്ട് ഇത് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ഡിസ്റ്റർബ് കണ്ടെത്തി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഇത് റേഡിയോ വേവ്സ്, അതായത് സാറ്റലൈറ്റ് ഫോൺ ഇവിടെ ലോക്കലി ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയത്. ആ 2 സാറ്റലൈറ്റ് ഫോണുകളും ഗവൺമെന്റ് കൈവശപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ഇപ്പൊ കേസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സാറ്റലൈറ്റ് ഫോണിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 46,000 രൂപ വില വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ഇത് വെളിയിൽ നിന്ന്, ഇത് ഫോറിൻ കൺട്രിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഒരുപക്ഷെ ഗൾഫിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിൽ നിന്നോ മറ്റോ കൊണ്ടുവന്നതാണ്. വിനോദിന് അങ്ങനെയാണ് ഈ സാധനം കൈ കിട്ടിയത്. വിനോദിന്റെ ഒരു ബന്ധു കൊണ്ടുവന്ന് കൊടുത്തതാണെന്നാണ് സ്റ്റേറ്റ്മെന്റ്. സാധാരണ മൊബൈൽ ഫോൺ അതിന്റെ നെറ്റ്വർക്ക് വർക്ക് ചെയ്യാത്ത സമയത്ത് ഈ ഫിഷിങ്ങിന് പോകുന്ന ആൾക്കാർ ഇത് കൊണ്ടുപോവുകയും അപ്പൊ അതിലൂടെ കമ്മ്യൂണിക്കേഷൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി തന്നെയാണ് ഇത് ഉപയോഗിച്ചിരുന്നത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് വിനോദിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിരിക്കുന്നത്.
ഇതിനെക്കുറിച്ചുള്ള ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഡെവലപ്പായി വരുന്ന മുറയ്ക്ക് നമുക്ക് അറിയാൻ പറ്റും എന്തിനാണ് ഈ ഒരു സാറ്റലൈറ്റ് ഫോൺ ഇവർ വെച്ചിരുന്നത്. വിനോദ് 33 വയസ്സ്, മുക്കോല, വിഴിഞ്ഞം, GRS ഭവൻ, ഇതാണ് അഡ്രസ്. ഈ ഒരു രീതിയിലാണ് അതിൽ ആ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാഷ് അത് ഇപ്പൊ തുടങ്ങിയിരിക്കുന്നത് സൗത്ത് കൊറിയയിലാണ്. സൗത്ത് കൊറിയയിൽ റൂളിംഗ് പാർട്ടിക്കെതിരെ മിലിറ്ററി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കുറെ നാൾ കൊണ്ടേ ഒരു മെഡിക്കൽ സീറ്റുകൾ എക്സ്പാൻഡ് ചെയ്യുന്നതിനെ കുറിച്ച്, അതായത് സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം. ആ തർക്കത്തിൽ ഉരുത്തിരിഞ്ഞ് വന്ന രീതിയിൽ അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫുകൾ മൊത്തം ഡോക്ടേഴ്സ് ഉൾപ്പെടെ കുറെ നാൾ കൊണ്ടേ സ്ട്രൈക്കാണ്. അപ്പൊ ആ ഒരു പ്രതിസന്ധി മറികടക്കാനാണ് ഈ ഒരു മിലിറ്ററി തന്നെ പിന്നെ അവരുടെ അസംബ്ലിയിൽ ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പം സമഗ്രമായ ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ ഇതിനകത്ത് തരാൻ ഉദ്ദേശിച്ചത്. വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.